നല്ല രുചിയും മണവുമുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഇന്നത്തെ റെസിപ്പി. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അരി നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് അത് കുറച്ചൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്കത് ഡ്രെയിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്കത് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം കുറച്ച് കൂടുതൽ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനത്തെ ഓയിലുകളൊക്കെ എടുക്കാം കേട്ടോ. ഒരു 90% ഒക്കെ വേവിച്ചെടുത്തേച്ചാൽ മതി. മൊത്തത്തിൽ അങ്ങോട്ട് വേവിക്കേണ്ട. എന്നിട്ട് ഇത് നന്നായിട്ട് ഊറ്റിയെടുക്കുക. പിന്നെ അടുത്തത് ചിക്കൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തേച്ചാൽ മതി. അരി വേവിച്ച് മാറ്റി വയ്ക്കാം. അതുപോലെ ചിക്കൻ വറുത്ത് കോരിയും മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അടുത്തത് ഇത് ഒന്നിച്ച് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു കടായിയാണ് കേട്ടോ സ്റ്റൗവിൽ വെച്ചേക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണയും അതുപോലെ നെയ്യൊന്നും ഇതിനകത്തേക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ. വേറെ ഏതെങ്കിലും, അതായത് മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മതി. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പച്ചക്കറികളൊക്കെയാണ്. അങ്ങനെ സവോള ചേർത്തിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കാം. ഇത് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഫ്ലെയിം നല്ലപോലെ കൂട്ടിയിട്ടിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിയിലും ഉപ്പിട്ടാണ് വേവിച്ചത്. അതുപോലെ ചിക്കനും ഉപ്പ് ഇട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി ആവശ്യത്തിനുള്ള മാത്രം ഉപ്പ് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സൈഡിലായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി സ്ക്രാമ്പിൾ ചെയ്തെടുത്തതും ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ചോറ് വെന്തതായതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ, സെലറി ഇതൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. നമ്മൾ വേറൊരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂടാ. അത് ഒറിജിനൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ എരിവ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ എന്നാണ് ഞാനൊരു ടീസ്പൂണോടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് തുടക്കത്തിൽ നമ്മൾ ഉള്ളി വഴറ്റിയില്ലേ, ആ സമയത്ത് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് അതായത് മാഗി ക്യൂബ് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോഴൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും കേട്ടോ. അപ്പോൾ ഇതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബട്ടർ ആദ്യം ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്താലും അത് മെൽറ്റ് ആയിക്കോളൂ. ആ ചൂടത്തിരുന്ന് തന്നെ മെൽറ്റ് ആയിക്കോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തേച്ചാൽ മതി വിളമ്പണ സമയത്തേനും. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷസ് ക്രിയേഷൻസ്.